വിഴിഞ്ഞത്തേക്ക് പുതിയ ഷിപ്പ് ലൈൻ കമ്പനികൾ താൽപര്യം പ്രകടിപ്പിക്കുന്നു. ലോകത്തിലെ മുൻനിര കമ്പനികളായ മേഴ്സ്ക്, MSC തുടങ്ങിയ ഷിപ്പ് ലൈനേഴ്സിന് പിന്നാലെ എവർഗ്രീൻ ഗ്രൂപ്പും വിഴിഞ്ഞത്തെ ലക്ഷ്യമിടുന്നതായി സൂചന. വലിപ്പത്തിൽ ലോകത്തെ തന്നെ മുൻനിര കപ്പലുകളുള്ളതാണ് എവർഗ്രീൻ ഗ്രൂപ്പ്. ഇതിനു പിന്നാലെ ഫ്രാൻസ്, ജർമ്മനി സംയുക്ത സംരംഭമായ CMA, 1 എന്നീ കമ്പനികളും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കപ്പലുകളുമായി എത്തുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതായി ബന്ധപ്പെട്ടവർ പറയുന്നു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലോകത്തെ ഷിപ്പിംഗ് കമ്പനികൾക്കിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഇടം പിടിച്ചുവെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ബെർത്തിനോടടുത്ത് ഡ്രഡ്ജിംഗ് വേണ്ടാത്ത സ്വാഭാവിക ആഴമുള്ള തുറമുഖം എന്നതാണ് പ്രധാന ആകർഷണം. തുറമുഖ അന്തരീക്ഷം പച്ചപ്പ് നിറഞ്ഞതെന്നതും കപ്പൽ കമ്പനികളെ വിഴിഞ്ഞത്തെ ആകർഷകമാക്കുന്നുണ്ട്. കണ്ടെയ്നർ യാർഡുകൾക്കായി സ്ഥലം വാങ്ങുന്നു. പ്രമുഖ ഷിപ്പ് ലൈനേഴ്സ് കമ്പനികൾ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതിന് വിശാല സ്ഥലം തേടുന്നതായും നെല്ലിമൂട് കേന്ദ്രമാക്കി 50 ഏക്കറോളം വാങ്ങിയതായും വിവരമുണ്ട്. മറ്റൊരു കമ്പനി സ്ഥലലഭ്യത തേടുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിനും സൗകര്യങ്ങൾക്കും അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കീഴിലുള്ള മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റാണ് 2029 വരെ അംഗീകാരം നീട്ടിയത്. ഇതോടെ അതിവേഗ ചരക്ക് കപ്പലുകൾക്കും ബൾക്ക് കാരിയറിനും വിഴിഞ്ഞത്തടുക്കാനാകും. ട്രയൽ റൺ തുടങ്ങി 2 മാസത്തിനുള്ളിൽ ISPS കോഡിൽ ഉൾപ്പെടുന്ന അംഗീകാരം ലഭിച്ചത് നേട്ടമായി. തുറമുഖത്തിന്റെ നാവിഗേഷൻ ചാർട്ട് ജോയിന്റ് ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഇന്ത്യ റിയൽ അഡ്മിറൽ പീയൂഷ് പോസെ വിഴിഞ്ഞം തുറമുഖ പ്രതിനിധികൾക്ക് കൈമാറി. ഇവിടത്തേക്ക് എത്തുന്ന കപ്പലുകൾക്കും മറ്റ് യാനങ്ങൾക്കും ബർത്തിംഗ് സമയത്ത് ആവശ്യമായ സുരക്ഷാ വിവരങ്ങളും മറ്റ് അനുബന്ധ രേഖകളുമാണ് ഇതിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയതിന് ഡെറാഡൂൺ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസാണ്. നേവിയുടെ കപ്പൽ വിഴിഞ്ഞത്ത് വന്ന് വിവരശേഖരണം നടത്തിയിരുന്നു. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ചത്. ലോക മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയതായി തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു. MSC അന്ന എന്ന കപ്പലിന് 400 മീറ്റർ നീളവും 58 മീറ്റർ വീതിയുമുണ്ട്. ഇവിടെ എത്തുന്ന ഏറ്റവും നീളമുള്ള കപ്പലാണിത്. രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ഉൾപ്പെടെ ശേഷിച്ച ഘട്ടങ്ങളുടെ നിർമ്മാണം ഡിസംബറിൽ തുടങ്ങാൻ പദ്ധതിയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആദ്യഘട്ട കമ്മീഷനിംഗ് ഒക്ടോബറിൽ നടത്താനും ആലോചനയുണ്ട്. രാജ്യാന്തര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2100 കോടി രൂപ നബാർഡിൽ നിന്ന് വായ്പയെടുക്കുന്നതിന് നടപടികളായതായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി അധികൃതർ അറിയിച്ചു. ഇതു സംബന്ധിച്ച് വിസിലും നബാർഡും കരാറായി. വിസിൽ MD ഡോക്ടർ ദിവ്യ S. അയ്യരും നബാർഡ് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. തുക തിരിച്ചടവിന് 2 വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ 15 വർഷത്തെ കാലാവധിയുണ്ട്. വായ്പയ്ക്ക് പ്രതിവർഷം 8.4% പലിശ. തുറമുഖ റെയിൽ കണക്ടിവിറ്റി, ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ, ഭൂഗർഭ റെയിൽ കണക്ടിവിറ്റി പദ്ധതിയുടെ പ്രാഥമിക ധനസഹായം, പുലിമുട്ട് നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്കാകും തുക വിനിയോഗിക്കുക എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. തുറമുഖത്തിന്റെ 2ാം ഘട്ടം മുതൽ പൂർണ്ണമാകുന്ന 4ാം ഘട്ടം വരെ ഒന്നിച്ചാവും നിർമ്മാണം. അദാനി കമ്പനിയാകും ഇതിനുള്ള ചെലവ് മുഴുവൻ വഹിക്കുക. 2ാം ഘട്ട നിർമ്മാണം തുടങ്ങുന്നതിന് പരിസ്ഥിതി അനുമതി ലഭിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് 2028 വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചാണ് നടപടികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.